തൊടുപുഴയിൽ നടത്തിയത് ദൃശ്യം 4 കൊലപാതകമെന്ന പ്രതിയുടെ വെളിപ്പെടുത്തൽ. ബിജുവിൻ്റെ കൊലപാതകത്തിന് ശേഷം ഒന്നാം പ്രതി ജോമോൻ പലരെയും വിളിച്ച് ദൃശ്യം 4 നടത്തിയെന്ന് പറഞ്ഞിരുന്നു. ജോമോൻ്റെ ഫോണിലെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, തൊടുപുഴയിൽ നടത്തിയത് ദൃശ്യം 4 കൊലപാതകമെന്നാണ് ജോമോൻ പറയുന്നത്. ദൃശ്യം 1ഉം 2ഉം നമ്മൾ കണ്ടു, 3 വരാനിരിക്കുന്നു. ഈ 4ൽ എന്തത്ഭുതമാണെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ തിരക്കഥ ഞാനാണ് തയ്യാറാക്കിയതെന്ന് സമ്മതിക്കുകയാണ് ജോമോൻ, അല്ലേ? അത്തരത്തിൽ തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ബിജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദൃശ്യം 4 നടപ്പാക്കി എന്നുള്ളതാണ് ഈ നിലവിൽ ഈ മുഖ്യ പ്രതിയായ ഒന്നാം പ്രതിയായ ജോമോൻ പറഞ്ഞിട്ടുള്ളത്. ഏതാനും 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ജോമോനും 4 പേരടങ്ങുന്ന സംഘവും ചേർന്ന് ഇത്തരത്തിൽ ഈ ജോമോന്റെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള ബിജുവിനെ കൊലപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. കൃത്യമായ ആസൂത്രണം നടത്തി അതിനൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയ ശേഷമാണ് ഈ ഒരു കൃത്യം നടപ്പാക്കിയത്. കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ കൃത്യം നടപ്പാക്കിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇത്തരത്തിൽ ഈ കൊലപാതകത്തിന് ശേഷം പലരെയും ജോമോൻ ഫോണിൽ വിളിച്ചു എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ജോമോന്റെ ഫോണിൽ നിന്ന് കോൾ റെക്കോർഡുകളും കിട്ടിയിട്ടുണ്ട്. ഈ ശബ്ദത്തിന്റെ ആധികാരികതയിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. വോയിസ് ടെസ്റ്റ് നടത്താനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഫോണിൽ സംസാരിച്ച ആളുകളോടെല്ലാം തന്നെ പറഞ്ഞത് അല്ലാതെ തന്നെ ഇത്തരത്തിൽ ബിജുവിനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ജോമോൻ പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇത്തരത്തിൽ 2ഓ 3ഓ കോൾ റെക്കോർഡുകൾ നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദൃശ്യം 4 നടപ്പാക്കി അല്ലെങ്കിൽ ദൃശ്യം 4 നടപ്പാക്കി എന്നുള്ള ഒരു കാര്യമാണ് ആ ഒരു ഓഡിയോ റെക്കോർഡിലുള്ളത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ശബ്ദ സന്ദേശമൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ശബ്ദരേഖകളൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഇതിലുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടോ അറിയാമായിരുന്നു നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ 4 പ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് ആ തൊടുപുഴ കോടതിയിൽ കേസ് പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം നാളെ ഈ കേസ് ഫയൽ ചെയ്ത് നാളെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. ജോമോന്റെ ഭാര്യയ്ക്കും ഈ ഒരു കൃത്യത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളൊരു സൂചനയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരവും പോലീസ്. അല്ല സുബിൻ, എങ്ങനെയാണ് ജോമോന്റെ ഭാര്യ ഇതിലേക്ക് വരുന്നത്? കഴിഞ്ഞ ദിവസം ജോമോന്റെ വീട്ടിൽ ഉൾപ്പെടെ പോലീസിന്റെ കൃത്യമായ തെളിവെടുപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് ജോമോന്റെ വീട്ടിൽ ഈ മുടിയും അതുപോലെ തന്നെ രക്തക്കറയും കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്ന് പോലീസ് നൽകുന്ന വിവരം ഈ ബിജുവിനെ കൊലപ്പെടുത്തിയ ശേഷം ആദ്യം എത്തിച്ചത് ഈ ജോമോന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിച്ച ശേഷമാണ് പിന്നീട് ഈ കേറ്ററിംഗ് സ്ഥാപനത്തിൽ എത്തിക്കുകയും മൃതദേഹം മറവുകയും ചെയ്യുകയും ചെയ്തത്. ഈ സമയത്ത് ഈ ജോമോന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നു. ഇവർക്ക് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അറിവുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ അവരെയും കൂടി പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ വീട്ടിലെത്തിയ ശേഷം എന്തൊക്കെ നടക്കുമുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു വിവരം ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വീട്ടിൽ എത്തിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റം മറച്ചുവെച്ച് ഇത്തരത്തിലൊരു സംഭവം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ച് നടക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇവർക്കെതിരെ ഈ ജോമോന്റെ ഭാര്യയ്ക്കെതിരെ കേസ് ചുമത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയത് ദൃശ്യം 4 കൊലപാതകമെന്ന പ്രതി ജോമോന്റെ വെളിപ്പെടുത്തൽ, അത് ഫോണിലുള്ള കൊലപാതകത്തിന് ശേഷം പലരെയും വിളിച്ചു പറഞ്ഞതിൻ്റെ റെക്കോർഡ് ആണ് പോലീസിന് കിട്ടിയത്. ജോമോൻ്റെ ഫോണിലെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായി. ജോമോൻ്റെ ഭാര്യയും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.